ഹലോ പി എസ് സി ആസ്പിരൻസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്നത്തെ ഓഡിയോ റിവിഷൻ ടോപ്പിക്. സ്പെഷ്യൽ ടോപ്പിക്കാണ്. വായിച്ചു പോകാം, കേട്ട് പഠിക്കും. ഭരണഘടന ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന. രാഷ്ട്രത്തിൻ്റെ ഭരണഘടന സമഗ്രവും പരമാധികാര സ്വഭാവമുള്ളതുമാണ്. ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നു. സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും വ്യക്തമാക്കുന്നു. ജനതയുടെ മൗലിക വ്യക്തിത്വം എന്താണെന്ന് വ്യക്തമാക്കുന്നു. ലോ ഓഫ് ദ ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. ഭരണഘടനയെ ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. ലോകത്തിൽ ലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾക്ക് ലിഖിത ഭരണഘടനയുണ്ട്. ലോകത്തിൽ അലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾക്ക് അലിഖിത ഭരണഘടനയാണ് ഉള്ളത്. ലോകത്തിലെ ആദ്യ അവകാശ പത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് 1215 ജൂൺ 15 മാഗ്ന കാർട്ട ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് കിങ് ജോൺ ആണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. പാർലമെൻറ്റുകളുടെ മാതാവ് ബ്രിട്ടൻ. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസാണ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നതും ഗ്രീസാണ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യം ബ്രിട്ടനാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ നാൾവഴികൾ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്തിയ ബ്രിട്ടീഷ് നിയമങ്ങളെ പ്രധാനമായും 2 തലക്കെട്ടുകളായി തിരിച്ചിരിക്കുന്നു. ഒന്ന്, കമ്പനി നിയമം, ദ കമ്പനി റൂൾ 1777 to 1858. 2, ക്രൗൺ നിയമം, ദ ക്രൗൺ റൂൾ 1858 to 1947. അപ്പോൾ കമ്പനി നിയമമുണ്ട്, ക്രൗൺ നിയമമുണ്ട്. കമ്പനി നിയമത്തിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങളാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784, ചാർട്ടർ ആക്ട് 1793, ചാർട്ടർ ആക്ട് 1813, ചാർട്ടർ ആക്ട് 1833, ചാർട്ടർ ആക്ട് 1853. ഇതിൽ റെഗുലേറ്റിംഗ് ആക്ട് 1773 നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും കമ്പനിയെ നിയന്ത്രിക്കുന്നതിനുമായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയവും ഭരണപരവുമായ നിയന്ത്രണ രേഖകൾ ഈ നിയമത്താലാണ് നിർവചിക്കപ്പെട്ടത്. ഇന്ത്യയിൽ കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറ പാകിയതും റെഗുലേറ്റിംഗ് ആക്ട് 1773 ആണ്. ഈ ആക്ട് പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി മാറി. ആദ്യത്തെ ഗവർണർ ജനറലായി വാറൻ ഹേസ്റ്റിംഗ് നിയമിതനാവുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമാകാൻ കാരണമായ നിയമം റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ഇന്ത്യയിൽ സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം 1774 കൊൽക്കത്തയിലാണ്. ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരും ഉൾപ്പെട്ട ന്യായാധിപ വൃന്ദമായിരുന്നു ഈ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് സർ എലീജ ഇംപെയാണ്. കമ്പനിയുടെ ഗവേണിംഗ് ബോഡിയായ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന ഭരണസംഘം കമ്പനിയുടെ വരുമാനം, പ്രവർത്തന രീതി, ഇന്ത്യയിലെ സൈനിക കാര്യങ്ങൾ ഇവയെക്കുറിച്ചെല്ലാം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് യഥാസമയം റിപ്പോർട്ടുകൾ നൽകണം എന്ന് ഈ നിയമം അനുശാസിച്ചു. റെഗുലേറ്റിംഗ് ആക്ട് 1773. 1773 റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ അപാകതകൾ പരിഹരിക്കുന്നതിനായിട്ട് 1781 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് അമെൻഡിംഗ് ആക്ട് ഓഫ് 1781, ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 നോക്കാം. പിറ്റ്സ് ഇന്ത്യ നിയമം 1784 മറ്റൊരു പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം. 1773 റെഗുലേറ്റിംഗ് നിയമത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് പിറ്റ്സ് ഇന്ത്യ നിയമം. ഈ നിയമം പാസ്സാക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് വില്യം പിറ്റ് ആണ്. ഈ സമയത്ത് ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തമ്മിൽ വേർതിരിച്ച നിയമമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. കമ്പനിയുടെ ഭരണകർത്താക്കളായ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് മേലുള്ള അധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ കമ്പനിയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന മറ്റൊരു ബോഡി കൂടി രൂപീകരിക്കണമെന്ന് ഈ നിയമം അനുശാസിച്ചു.
അങ്ങനെ വാണിജ്യപരവും രാഷ്ട്രീയപരവുമായ ദ്വിതല ഭരണരീതി നടപ്പാക്കാൻ ഈ നിയമം പ്രേരകമായി തീർന്നു. അതോടെ കമ്പനിയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് മേൽ നിയന്ത്രണം ചെലുത്താനുള്ള പരമാധികാരം ബോർഡ് ഓഫ് കൺട്രോളിൽ നിക്ഷിപ്തമായി. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിലേക്ക് ഏകീകരിക്കപ്പെട്ട നിയമം പിറ്റ്സ് ഇന്ത്യ നിയമമാണ്. കമ്പനിയുടെ അധീനതയിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങൾക്ക് ഇന്ത്യയിലുള്ള ബ്രിട്ടന്റെ കൈവശ വസ്തുക്കൾ ബ്രിട്ടീഷ് പൊസിഷൻസ് ഇൻ ഇന്ത്യ എന്ന നിർവചന പരിധിയിൽ വരാൻ കാരണമായ നിയമവും പിറ്റ്സ് ഇന്ത്യ നിയമമാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഇന്ത്യയിലെ കമ്പനികളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭരണത്തിലും പരമാധികാരം കൈവരാൻ കാരണമായ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമമാണ് പിറ്റ്സ് ഇന്ത്യ നിയമം. പിറ്റ്സ് ഇന്ത്യ ആക്ടിൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷ് ഭരണ സംവിധാനങ്ങളുടെയും അധികാര പരിധി നിർവചിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിൻ്റെ പരാജയത്തിൻ്റെ കാരണം. അടുത്തത് ചാർട്ടർ ആക്ട് 1813. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിപ്പിച്ച നിയമമാണ് 1813 ചാർട്ടർ ആക്ട്. എന്നാൽ ചൈനയുമായുള്ള വ്യാപാരത്തിലും തേയില വ്യാപാരത്തിലും കമ്പനി അവരുടെ കുത്തക നിലനിർത്തി. ജനങ്ങളെ പ്രബുദ്ധരാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ക്രിസ്ത്യൻ മിഷണറിമാരെ ഇന്ത്യയിലേക്ക് വരാൻ അനുവദിച്ചു. വ്യക്തികളുടെ മേൽ നികുതി ചുമത്താൻ ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിയതും ഈ നിയമമാണ്. 1833 ചാർട്ടർ നിയമം. ഈ നിയമം അറിയപ്പെടുന്നത് സെൻറ്റ് ഹെലേന ആക്ട് എന്നുകൂടിയാണ്. ഈ നിയമം പാസ്സാക്കുമ്പോൾ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം ബെൻറ്റിക് പ്രഭു ആയിരുന്നു. ബംഗാൾ ഗവർണർ ജനറലിന് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി ഈ നിയമം നൽകി. ഈ നിയമപ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻറ്റിക് പ്രഭുവാണ്. മുൻകാല നിയമങ്ങൾ റെഗുലേഷൻസ് എന്നറിയപ്പെട്ടപ്പോൾ ഈ നിയമത്തിൻ്റെ പരിധിയിലുള്ള നിബന്ധനകൾ ആക്റ്റുകൾ എന്നറിയപ്പെട്ടു. ഈ നിയമപ്രകാരം ഒരു വാണിജ്യ സ്ഥാപനമെന്ന നിലയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു. പകരം പൂർണ്ണമായും ഒരു ഭരണനിർവഹണ സ്ഥാപനമായിട്ട്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായിട്ട് മാറി. സിവിൽ സർവൻറ്റുകളുടെ തെരഞ്ഞെടുപ്പിലെ പൊതുമത്സരത്തിനും ഈ നിയമം അവസരമൊരുക്കി. എന്നിരുന്നാലും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എതിർപ്പ് മൂലം ഈ നിയമം തടസ്സപ്പെട്ടു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി നിയമ കമ്മീഷൻ രൂപം കൊണ്ടത് 1833 ചാർട്ടർ നിയമപ്രകാരമാണ്. ഈ നിയമ കമ്മീഷൻ്റെ തലവൻ ലോർഡ് മെക്കാളെ ആയിരുന്നു. ഇന്ത്യയിൽ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച വ്യക്തിയാണ് ലോർഡ് മെക്കാളെ. ചാർട്ടർ ആക്ട് 1853 നോക്കാം. 1793 1753 ഇടയിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്ടാണിത്. ഗവർണർ ജനറലുടെ കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ ആദ്യമായി വേർപ്പെടുത്തിയ നിയമമാണിത്. സിവിൽ സർവീസുകാരെ തിരഞ്ഞെടുക്കുന്നതിനും റിക്രൂട്ട് ചെയ്യുന്നതിനും ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ സമ്പ്രദായം ഈ നിയമം അവതരിപ്പിച്ചു. അതോടെ ഇന്ത്യക്കാർക്കും ഈ പരീക്ഷ എഴുതാൻ അവസരം കിട്ടി. ഇതിനായി മെക്കാളെ കമ്മിറ്റി എന്നൊരു കൗൺസിലും 1854 രൂപീകരിക്കപ്പെട്ടു. കമ്മിറ്റി ഓൺ ദ ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെട്ടത് ഈ മെക്കാളെ കമ്മിറ്റിയാണ്. അടുത്തത് ക്രൗൺ നിയമത്തിൽ ഉൾപ്പെട്ട പ്രധാന നിയമങ്ങൾ നോക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഈ സുപ്രധാന നിയമം നടപ്പിലാക്കപ്പെട്ടത്. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം മുഴുവനായിട്ടും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായി. ഇന്ത്യൻ ജനതയെ ഭരിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നത്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ അംഗമാണ്. ഈ ഉദ്യോഗസ്ഥന് സഹായികളായിട്ട് 15 അംഗ കൗൺസിലുമുണ്ട്. ഈ കൗൺസിലിൻ്റെ ചെയർമാൻ ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. ഈ നിയമപ്രകാരം അതുവരെ പ്രാബല്യത്തിലുണ്ടായിരുന്ന ഡബിൾ ഗവൺമെൻറ്, അതായത് ദ്വിമുഖ ഭരണ സംവിധാനം നിർത്തലാക്കപ്പെട്ടു. ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും നിർത്തലാക്കുക വഴിയാണ് ഡബിൾ ഗവൺമെൻറ് സമ്പ്രദായം അവസാനിപ്പിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായ നിയമം കൂടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഭരണമാറ്റത്തിൻ്റെ ഫലമായിട്ട് പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. ആക്ട് ഫോർ ദ ഗുഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ഈ നിയമമാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നും അറിയപ്പെടുന്നു. 1858 നവംബർ 1 അലഹബാദിൽ ചേർന്ന ദർബാറിൽ വെച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ചത് കാനിങ് പ്രഭുവാണ്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വൈസ്രോയി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് കിരീടത്തിന് നേരിട്ടുള്ള പ്രതിനിധിയായിരുന്നു വൈസ്രോയി. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് രാജകീയ അനുമതി ലഭിച്ചത് 1852 ഓഗസ്റ്റ് 2.
1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർവിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരിയാണ് ബീഗം ഹസ്രത് മഹൽ. ഇനി ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861 നോക്കാം. പ്രതിനിധി സഭകളിലെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തുന്നതിന് തുടക്കമിട്ടത് ഈ നിയമമാണ്. ഈ നിയമപ്രകാരം വൈസ്രോയി തൻ്റെ വിപുലീകരിക്കപ്പെട്ട കൗൺസിലിൽ അനൗദ്യോഗിക അംഗങ്ങളായിട്ട് ചില ഇന്ത്യക്കാരെ കൂടി നാമനിർദ്ദേശം ചെയ്യണം എന്ന വ്യവസ്ഥ വെച്ചു. 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രകാരം 1862 ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരാണ് ബനാറസ് രാജാവ്, പട്യാല മഹാരാജാവ്, സർ ദിനകർ റാവു എന്നിവർ. 1773 റെഗുലേറ്റിംഗ് ആക്ട് മുതൽ 1833 ചാർട്ടർ ആക്ട് വരെ പടിപടിയായി സ്ഥാപിക്കപ്പെട്ട കേന്ദ്രീകൃത ഭരണം അവസാനിപ്പിക്കാനായിട്ട് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861 കാരണമായി. ഈ നിയമപ്രകാരം 1862, 1886, 1897 എന്നീ വർഷങ്ങളിൽ ബംഗാൾ, വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകൾ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ പുതിയ നിയമനിർമ്മാണ സമിതികൾ രൂപീകരിക്കപ്പെട്ടു. 1859 കാനിംഗ് പ്രഭു കൊണ്ടുവന്ന പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് അംഗീകാരം നൽകിയതും ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861 ആണ്. അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ 6 മാസക്കാലം അവധിയോടെ ഓർഡിനൻസ് ഇറക്കാൻ വൈസ്രോയ്ക്ക് അനുവാദം നൽകിയ നിയമവും ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861 ആണ്. ഇനി ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1892 കേൾക്കാം. കേന്ദ്ര പ്രവിശ്യ നിയമനിർമ്മാണ സമിതികളിലെ അഡീഷണൽ അംഗങ്ങൾ, നോൺ ഒഫീഷ്യൽ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ട് കാരണമായ നിയമമാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1892. നിയമനിർമ്മാണ സമിതികളുടെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചു. അതായത് ബഡ്ജറ്റ് ചർച്ച ചെയ്യാനും എക്സിക്യൂട്ടീവിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള അധികാരം ലഭിച്ചു. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 അറിയപ്പെടുന്ന മറ്റൊരു പേര് മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്നാണ്. ഈ ആക്ട് പാസ്സാക്കിയപ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നത് മിന്റോ പ്രഭുവാണ്. ഈ ആക്ട് പാസ്സാക്കിയപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നത് മോർലി പ്രഭുവാണ്. ഇനി ഈ നിയമത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സെൻട്രൽ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു. സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗസംഖ്യ 16 നിന്ന് 60ആയി. വൈസ്രോയിയുടെയും ഗവർണറുടെയും എക്സിക്യൂട്ടീവ് കൗൺസിലുകളിൽ ആദ്യമായി ഒരു ഇന്ത്യക്കാരന് പ്രാതിനിധ്യം ലഭിച്ചു. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഔദ്യോഗിക അംഗമായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ്. പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയം അംഗീകരിച്ചുകൊണ്ട് മുസ്ലിം വിഭാഗങ്ങൾക്ക് സാമുദായിക പ്രാതിനിധ്യം നൽകുന്ന സമ്പ്രദായം കൊണ്ടുവന്നതും ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 ആണ്. ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 കേൾക്കാം. 1917 ഓഗസ്റ്റ് 20 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഗവൺമെൻറ് ഇന്ത്യയിൽ സ്ഥാപിക്കണം എന്ന് പ്രഖ്യാപിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 രാജകീയ അനുമതി ലഭിച്ചത് 1919 ഡിസംബർ 23 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നാണ് ഈ നിയമം അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ചെംസ്ഫോർഡ് ആയിരുന്നു. മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം പാസ്സാക്കുമ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വിൻ മൊണ്ടേഗു ആണ്. ഇനി ഈ നിയമത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ നിയമപ്രകാരം പ്രവിശ്യകൾക്ക് മേലുള്ള കേന്ദ്ര നിയന്ത്രണത്തിന് ഇളവ് വരുത്തി. ഈ നിയമപ്രകാരം പ്രവിശ്യ വിഷയങ്ങൾ, അതായത് പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ് രണ്ടായിട്ട് വിഭജിച്ചു. ഒന്ന് ട്രാൻസ്ഫേർഡ് ആൻഡ് അനദർ വൺ റിസർവ്ഡ്. ട്രാൻസ്ഫേർഡ് വിഷയങ്ങൾ നിയന്ത്രിച്ചത് ഗവർണറാണ്. റിസർവ്ഡ് വിഷയങ്ങൾ നിയന്ത്രിച്ചത് ഗവർണറും ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിലും ചേർന്നാണ്. ഈ ഇരട്ട ഭരണ വ്യവസ്ഥ അറിയപ്പെട്ടത് ദ്വിഭരണം, ഡയാർക്കി എന്നാണ്. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമം കൂടിയാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. രാജ്യത്ത് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പും ദ്വിസഭാ സമ്പ്രദായവും മുന്നോട്ട് വെച്ചത് ഈ നിയമമാണ്. ദ്വിമണ്ഡല സമ്പ്രദായം, അതായത് അതുപ്രകാരം ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ അപ്പർ ഹൗസ് എന്നും ലോവർ ഹൗസ് എന്നും 2 പേരുള്ള സഭകളായിട്ട് തിരിച്ചു. നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭൂരിപക്ഷ അംഗങ്ങളും സഭയിൽ അംഗത്വം നേടുന്നത്. ഭൂസ്വത്ത്, നികുതി, വിദ്യാഭ്യാസം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷന് വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകിയത്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്കുള്ള 6 അംഗങ്ങളിൽ കമാൻഡർ ഇൻ ചീഫ് ഒഴികെ 3 പേരെങ്കിലും ഇന്ത്യക്കാരായിരിക്കണമെന്ന് ഈ നിയമം നിഷ്കർഷിക്കുന്നുണ്ട്. ഈ നിയമപ്രകാരം ഇന്ത്യൻ ഹൈക്കമ്മീഷണർ എന്നൊരു പുതിയ തസ്തിക കൂടി ലണ്ടനിൽ സൃഷ്ടിക്കുകയും സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റിൽ ചില പ്രവർത്തനങ്ങൾ ഈ ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തു. 1926
സിവിൽ സർവൻറ്റുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാനും ഈ നിയമം കാരണമായി. ഈ നിയമം സെൻട്രൽ ബഡ്ജറ്റിൽ നിന്ന് പ്രൊവിൻഷ്യൽ ബഡ്ജറ്റിനെ വേർതിരിക്കുകയും പ്രവിശ്യ നിയമനിർമ്മാണ സഭയ്ക്ക് അവരുടെ ബഡ്ജറ്റുകൾ നടപ്പിലാക്കാൻ അധികാരം നൽകുകയും ചെയ്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നോക്കാം. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും വലിയ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, വട്ടമേശ സമ്മേളനത്തിലെ നിർദ്ദേശങ്ങൾ, മൂന്നാം വട്ടമേശ സമ്മേളനത്തിന് ശേഷം 1933 ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പർ എന്നിവയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവായത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ്. ഇതിൻ്റെ ശില്പി 1935 പാസ്സായ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ശില്പി സാമുവൽ ഹോറാണ്. പാസ്സാക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് വെല്ലിംഗ്ടൺ പ്രഭുവാണ്. ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലിൻ ലിത്ഗു ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. കേന്ദ്രത്തിൻ്റെയും പ്രവിശ്യകളുടെയും അധികാരം നിർവചിക്കുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വിഭാഗങ്ങളാണ്. കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച 59 ഐറ്റങ്ങൾ ഉൾപ്പെട്ട ഫെഡറൽ ലിസ്റ്റ്. രണ്ടാമത്, പ്രവിശ്യകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് 54 ഐറ്റങ്ങൾ ഉൾപ്പെട്ട പ്രൊവിൻഷ്യൽ ലിസ്റ്റ്. മൂന്നാമത്, കേന്ദ്ര പ്രവിശ്യ ഭരണങ്ങളുടെ പൊതുവായ വിശദാംശങ്ങൾ അടങ്ങിയ 36 ഐറ്റങ്ങൾ ഉൾപ്പെട്ട കൺകറന്റ് ലിസ്റ്റ്. ഈ നിയമങ്ങൾ പ്രവിശ്യയിലെ ദ്വിതല ഭരണ സംവിധാനം അവസാനിപ്പിച്ച് പ്രവിശ്യകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന സംവിധാനം കൊണ്ടുവന്നു. ഭരണസിരാ കേന്ദ്രത്തിലെ ദ്വിതല ഭരണം ആരംഭിക്കാൻ വ്യവസ്ഥ ചെയ്ത നിയമമാണിത്. 11 6 പ്രവിശ്യകളിലും ദ്വിസഭാ സമ്പ്രദായം നിർദ്ദേശിക്കപ്പെട്ടു. ബംഗാൾ, ബോംബെ, മദ്രാസ്, ബീഹാർ, ആസാം, യുണൈറ്റഡ് പ്രൊവിൻസ് എന്നിവിടങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും അതായത് അപ്പർ ഹൗസ്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അതായത് ലോവർ ഹൗസും രൂപീകരിക്കപ്പെട്ടു. അധസ്ഥിത വിഭാഗങ്ങൾക്ക് അതായത് പട്ടികജാതി വിഭാഗങ്ങൾക്ക്, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക ഇലക്ടറേറ്റുകൾ നിർമ്മിക്കാൻ ഈ നിയമം കാരണമായി. ആകെ ജനസംഖ്യയുടെ 10% കൂടി വോട്ടവകാശം ലഭിച്ചു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പ്രഖ്യാപിതമായ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന പ്രയോഗം അസാധുവാക്കി സ്റ്റേറ്റ് സെക്രട്ടറിക്ക് ഒരു ഉപദേശക സമിതി ഉണ്ടായിരിക്കണമെന്ന് ഈ നിയമം നിർദ്ദേശിച്ചു. ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവയുടെ രൂപീകരണത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകി. ഇന്ത്യയിൽ ഒരു ഫെഡറൽ കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. 1937 ഒക്ടോബർ 1 ഡൽഹിയിൽ സ്ഥാപിതമായ ഫെഡറൽ കോടതി 1950 ജനുവരി 28 മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയായിട്ട് അറിയപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിനും പ്രചോദനം നൽകി. ബോംബെ, ബീഹാർ എന്നീ പ്രവിശ്യകളിൽ നിന്നും യഥാക്രമം സിന്ധ്, ഒറീസ എന്നീ വിഭാഗങ്ങൾ വേർതിരിച്ചു. ബർമയെ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായിട്ടും വേർതിരിച്ചു 1937. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ 321 സെഷൻസും 10 ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ റെയിൽവേയെ നിയന്ത്രിക്കാൻ ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റി രൂപീകരിച്ചു. ഓഗസ്റ്റ് ഓഫർ, ക്രിപ്സ് മിഷൻ, വേവൽ പ്ലാൻ, ക്യാബിനറ്റ് മിഷനൊക്കെ അടുത്ത ഭാഗം അടുത്ത ഓഡിയോയിൽ കേൾക്കാം. അപ്പോൾ കേട്ടിരുന്നതിന് നന്ദി. ഉപയോഗപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്.